ഇപ്പോൾ RSS മേധാവിയുടെ വിദ്യാഭ്യാസ പരിപാടിയിൽ കേരളത്തിൽ നിന്നുള്ള വൈസ് ചാൻസലർമാർ പങ്കെടുക്കുകയാണ്. കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, കാലിക്കറ്റ് സർവകലാശാല VC ഡോക്ടർ P രവീന്ദ്രൻ, കുഫോസ് VC ഡോക്ടർ A ബിജികുമാർ, കണ്ണൂർ സർവകലാശാല VC ഡോക്ടർ KK സാജു എന്നിവരാണ് ജ്ഞാനസഭയിൽ പങ്കെടുക്കുന്നത്. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം അല്പസമയത്തിനകം നടക്കും. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഈ വിഷയത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകളും തർക്കവും ഒക്കെ നടക്കുന്നതിനിടെയാണ് പരിപാടി ഇപ്പോൾ കൊച്ചിയിൽ ആരംഭിക്കുന്നത്. ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അല്പസമയത്തിനകം തന്നെ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനമാകും. ഗവർണർ രജീന്ദ്രൻ അല്ലേക്കൽ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നു. അതോടൊപ്പം തന്നെയാണ് RSS മേധാവി മോഹൻ ഭാഗവതറും അല്പസമയം തന്നെ ഇവിടേക്ക് ഈ ഹാളിനകത്തേക്ക് ഇവിടേക്ക് എത്തിച്ചേരും. അതിനുശേഷം പരിപാടിക്ക് ഔദ്യോഗികമായ ഒരു തുടക്കമാകും. ഏതായാലും അതിന് മുൻപായിട്ട് നടന്ന ഒരു വിദ്യാഭ്യാസ സമ്മേളനത്തിലാണ് കേരളത്തിൽ നിന്നുള്ള VC-മാര് പങ്കെടുത്തത്. ഇവിടെ മറ്റൊരു ഹാളിൽ നടന്ന പരിപാടിയാണ്. അതിലാണ് കേരളത്തിൽ നിന്നുള്ള VC-മാരും പങ്കെടുത്ത കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ, കാലിക്കറ്റ് സർവകലാശാല VC ഡോക്ടർ P രവീന്ദ്രൻ, കുഫോസ് VC ഡോക്ടർ A ബിജികുമാർ, കണ്ണൂർ സർവകലാശാല VC ഡോക്ടർ KK സാജു എന്നിവരാണ് പങ്കെടുത്തത്. എന്തായാലും അവർ ഇതിലിപ്പോൾ കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ ഹാളിലേക്ക് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം അതിനോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഇതിലൊരു പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായില്ല. അല്പസമയത്തിനകം തന്നെ സമ്മേളനം ആരംഭിക്കും. എന്തായാലും ഇത് കഴിഞ്ഞ 2 ദിവസമായി നടന്നു വന്നിരുന്ന സമ്മേളനങ്ങളുടെ തുടർച്ചയായാണ് ഈ സമ്മേളനം വിഭാവനം ചെയ്യുന്നത്. നേരത്തെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് CPM അതിൽ നേരിട്ട് എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. കാരണം ഈ രീതിയിലുള്ളൊരു കൂട്ടായ്മയിൽ അതിൽ പങ്കെടുക്കുന്നത് അനുചിതമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ പങ്കെടുക്കുകയും പറയുകയും ചെയ്തിരുന്നു. പക്ഷേ എന്തായാലും ഈ 4 പേരും തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ചാൻസലർ എന്ന രീതിയിലുള്ള ഗവർണറുടെ ക്ഷണം തന്നെ അത് സ്വീകരിക്കുക എന്ന രീതിയിൽ തന്നെയാണ്. അതിനുശേഷമാണ് ഇതിലേക്ക് അവർ പങ്കെടുക്കുകയും ചെയ്തത്. ഏതായാലും ഇത് വലിയ രീതിയിലേക്ക് ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള, രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു നടപടിയായിട്ട് തന്നെയാണ് കാണുകയും ചെയ്യുന്നത്. രാജ്യത്തെ വിവിധ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെയും രാജ്യത്ത് തന്നെയും വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള പ്രമുഖരും ഈ 4 ദിവസങ്ങളായി നടക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്രോതസ്സുകൾ എങ്ങനെ ബന്ധപ്പെടുത്താം എന്ന വിഷയത്തിലാണ് പ്രധാനമായും തന്നെ ചർച്ച നടക്കുകയും ചെയ്യുന്നത്. ഇതിൽ വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഈ വിഷയത്തിൽ അധിഷ്ഠിതമായാണ് ചർച്ചകൾ നടക്കുന്നത്. വികസിത വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന വിഷയത്തെ അധികരിച്ചാണ് കൂടുതൽ ചർച്ചകൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായ ഒരു തുടക്കം ഈ സമ്മേളനത്തിനാകും. ശരി, ജ്ഞാനസഭയിൽ VC-മാർ പങ്കെടുക്കുകയാണ്. കേരള, കാലിക്കറ്റ്, കുഫോസ്, കണ്ണൂർ VC-മാരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അല്പസമയത്തിനകം നടക്കും. കൊച്ചി അമൃത ക്യാമ്പസിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്.